ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് നമ്മുടെ ഹെൽത്ത് വീഡിയോസിലെ മറ്റൊരു അഡീഷനുമായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, പക്ഷേ ഇതൊരു സൂപ്പർ ഫുഡ് ആണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർ ഫുഡ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിനും സുഖകരമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഫുഡിനെയാണ് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. അതായത് അതിൽ ആവശ്യത്തിന് വൈറ്റമിൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവും, ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും, എല്ലാം അതിൽ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ടാവും. അത്തരം ഫുഡിനെ നമ്മൾ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ സൂപ്പർ ഫുഡ്സായ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ് ഇവയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വളരെ നല്ല അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ വളരെയധികം കാലമായിട്ട് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സൂപ്പർ ഫുഡാണ്. അതായത് നമ്മുടെ സ്വന്തം മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് കഴിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു സൂപ്പർ ഫുഡാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാത്തവരും അതൊരു ശീലമാക്കി മാറ്റും. അപ്പോൾ ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ടൈറ്റിലിൽ കണ്ടു, മധുരം ഒഴിവാക്കൂ, മധുരക്കിഴങ്ങ് കഴിക്കൂ. അവിടെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഈ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് എന്തുകൊണ്ട് മധുരക്കിഴങ്ങ് സേഫായിട്ട് കഴിക്കാം എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കി ഗുണങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം തന്നെ അറിയാം, അവരെ സംബന്ധിച്ച് ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ആഹാര സാധനങ്ങൾ എപ്പോഴും ഒരു കിട്ടാക്കനിയാണ്. കാരണം അതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. എന്നാൽ ഈയിടെയായിട്ട് ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും ഒക്കെ പറയുന്നു, ഡയബറ്റിക് പേഷ്യൻസിൽ ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം, സേഫാണ്. ഇത് സേഫാണെന്ന് പറയാനുള്ള കാരണം എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളിലും ഉള്ളതുപോലെ മധുരക്കിഴങ്ങിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ല. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ലയിക്കും, അത് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് ദഹിക്കുന്നില്ല, കുറേ സമയം എടുക്കും ദഹിക്കാൻ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാൻ അത് ഒരു കാരണമായി മാറുന്നില്ല. അതുകൂടാതെ ഇത് സ്ലോലി ദഹിക്കുന്നത് കാരണം സ്റ്റഡിയായ അളവിൽ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് വളരെ സാവധാനം ദഹിക്കുന്നത് കാരണം വേറൊരു ഗുണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിൽ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ്, ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഇക്കാരണങ്ങളാലാണ് ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് മധുരക്കിഴങ്ങ് കഴിക്കാമെന്ന് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് അഥവാ അന്നപഥം, അല്ലെങ്കിൽ നമ്മുടെ ദഹനവ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഈ മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ തന്നെയാണ്. അതായത് ഒരു മധുരക്കിഴങ്ങ് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ആവശ്യമായ ഫൈബറിൻ്റെ 15% അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇതിൽ സോളിബിൾ ആയിട്ടുള്ളതും ഇൻസോളിബിൾ ആയിട്ടുള്ളതുമായ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ ഉള്ളത് കാരണം ദഹനം വളരെ പെട്ടെന്ന് നടക്കുന്നു, വളരെ സുഗമമായിട്ട് ദഹനം നടക്കുന്നു. ഇത് മലബന്ധം തടയാൻ സഹായിക്കുന്നു. ഇതുകൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ദഹനത്തെ സഹായിക്കുകയും ഡയബറ്റീസ് തടയുന്നു. പിന്നെ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്നും പരിരക്ഷ നൽകുകയും ചെയ്യുന്നു. പിന്നെ ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ആയ വൈറ്റമിൻ സി, കരോട്ടിനോയിഡുകൾ, പിന്നെ ഫിനൈൽ പ്രൊപ്പനോയിഡുകൾ എന്നിവ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഇൻഫ്ലമേഷൻ മൂലം ഉണ്ടാകുന്ന ഇത്തരം രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫിനോളിക് സംയുക്തങ്ങളുണ്ട്. ഈ പോളിഫിനോളിക് സംയുക്തങ്ങൾ കണ്ണിൻ്റെയും റെറ്റിനയുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ രാത്രി കാഴ്ചശക്തിക്ക് നമ്മളെ സഹായിക്കുന്ന വിറ്റാമിൻ എ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മധുരക്കിഴങ്ങ് സഹായിക്കുന്നുണ്ട്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത് കൂടാതെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. ദിവസം ഒരു മധുരക്കിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ളതിൻ്റെ 102% വൈറ്റമിൻ എ ലഭിക്കും. അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ്. ഇനി തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 മൂഡ് റെഗുലേറ്ററായ സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും മധുരക്കിഴങ്ങ് സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ കെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഇനി അനീമിയ അഥവാ വിളർച്ച തടയാൻ മധുരക്കിഴങ്ങ് സഹായിക്കുന്നു. കാരണം ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇനി മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോസ്റ്റിറോൾസ് ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുകയും അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു കേട്ടോ.
ഇനി നോക്കുകയാണെങ്കിൽ ത്വക്കിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കൊളാജൻ എന്നൊരു പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഈ കൊളാജൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുന്നത് കാരണം സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും, എപ്പോഴും സ്കിൻ നല്ല തിളക്കം കിട്ടാനും പിന്നെ പ്രീ മെച്യൂർ ഏജിങ് അതായത് പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ചുളിവുകളൊക്കെ തടയാനും ഇത് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ മുടി കൊഴിച്ചിൽ തടയാനും താരൻ്റെ ശല്യം ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഗർഭിണികൾ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത് വളരെ പോഷക സമ്പുഷ്ടമായ ആഹാരമാണിത്. പിന്നിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. 3rd ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഗർഭകാലത്തിൻ്റെ അവസാനം വരെയും ഇത് കഴിക്കാം, കാരണം ഇത് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട്. ഇനി ശരീരഭാരം കുറയ്ക്കാനും മധുരക്കിഴങ്ങ് നല്ലതാണ്. കാരണം വെയിറ്റ് ലോസ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലടങ്ങിയിരിക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് ദഹിക്കാൻ കുറച്ചധികം സമയമെടുക്കും. എപ്പോഴും നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാനും പറ്റും. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ, ശരീരഭാരം കുറയ്ക്കാൻ ഒരു പരിധിവരെ നമ്മുടെ മധുരക്കിഴങ്ങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ സാക്ഷാൽ മധുരക്കിഴങ്ങ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സൂപ്പർ ഫുഡ് എന്നൊരു പേരും കിട്ടിയത്. ഇനി അവസാനമായിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പല നിറങ്ങളിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്നത് പുറത്ത് നല്ല പർപ്പിൾ കളറാണ്, ഉള്ളിൽ ഒരു ഇളം മഞ്ഞ നിറവുമാണ്. പക്ഷേ പുറത്ത് വൈറ്റ് കളർ അവൈലബിൾ ആണ്, ഉള്ളിൽ നല്ല പർപ്പിൾ കളർ അവൈലബിൾ ആണ്, ഉള്ളിൽ വൈറ്റ് കളർ അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ പോഷക ഘടകങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ കളർ കൂടുന്നതനുസരിച്ച്, ആ ഒരു പിങ്ക് കളർ കൂടുന്നതനുസരിച്ച് അതിൽ ബീറ്റാ കരോട്ടിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ, നമ്മുടെ മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ, നിങ്ങൾക്കറിയാത്ത പല ഗുണങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.